ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഫൗണ്ടേഷൻ ബിസിനസ് മാത്സിലെ എക്സസൈസ് 3A സൊല്യൂഷൻസ് ആണ്. ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആൻ എംപ്ലോയർ റിക്രൂട്ട്സ് എക്സ്പീരിയൻസ്ഡ് X and fresh workman Y for his firm under the condition that he cannot employ more than 9 people. X and Y can be related by the inequality. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഒരു എംപ്ലോയർ റിക്രൂട്ട് ചെയ്യുക, ഫ്രഷ് വർക്ക്മാനെ എക്സ്പീരിയൻസ്ഡ് വർക്ക്മാനെ റിക്രൂട്ട് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ ഹി കനോട്ട് എംപ്ലോയ് മോർ ദാൻ 9 പീപ്പിൾ. റിക്രൂട്ട് ചെയ്യുന്നവരുടെ എണ്ണമെന്ന് പറയുന്നത് 9-നേക്കാളും കൂടാൻ പാടില്ല. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുടെയും ഫ്രഷ് വർക്ക്മാൻസിൻ്റെയും ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത്, റിക്രൂട്ട് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 9-നേക്കാളും കുറവായിരിക്കണം. അതുകൊണ്ട് എന്താണ്, X+Y <= 9 എന്ന ഇൻഇക്വാലിറ്റി ആയിരിക്കും ഇവിടെ വരുന്നത്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. X+Y <= 9, X > 0, Y > 0. The question: on the average, experienced person does 5 units of work while a fresh one 3 units of work daily, but the employer has to maintain an output of at least 30 units of work per day. This situation can be expressed as: experienced person വർക്ക് ചെയ്യുന്ന യൂണിറ്റ്സ് എത്രയാണ്? 5 ആണ്. ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന യൂണിറ്റ് എത്രയാണ്? 3 ആണ്. നമുക്കിവിടെ നമ്പർ അറിയില്ലല്ലോ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുടെ നമ്പറിനെ നമുക്ക് X എന്നും ഫ്രഷ് ആയിട്ടുള്ളവരുടെ നമ്പറിനെ നമുക്ക് Y എന്ന് വിളിക്കാം. എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ വർക്ക് ചെയ്യുന്ന ടോട്ടൽ വർക്ക് എത്രയായിരിക്കും? 5X ആയിരിക്കും. ഫ്രഷ് ആയിട്ടുള്ളവർ വർക്ക് ചെയ്യുന്ന ടോട്ടൽ വർക്ക് എത്രയായിരിക്കും? 3Y ആയിരിക്കും. ഇനി എന്താണ് ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ വർക്ക് ചെയ്യുന്നതും ഫ്രഷ് ആയിട്ടുള്ളവർ വർക്ക് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ 5X + 3Y ആണ് നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് അവിടെ കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത്? പെർ ഡേ അറ്റ്ലീസ്റ്റ് 30 യൂണിറ്റ്സ് ഓഫ് വർക്ക് അവിടെ നടന്നിരിക്കണം. പെർ ഡേ അറ്റ്ലീസ്റ്റ് 30 യൂണിറ്റ്സ് ഓഫ് വർക്ക് എങ്കിലും അവിടെ നടന്നിരിക്കണം. അതായത് കുറഞ്ഞത് 30 യൂണിറ്റ്സ് ഓഫ് വർക്ക് അവിടെ നടന്നിരിക്കണം. ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുറഞ്ഞത് 30 യൂണിറ്റ്സ് അവിടെ ഉണ്ടായിരിക്കണം. 30യേക്കാളും എത്ര വേണമെങ്കിലും കൂടാം. അപ്പോൾ എന്താണ്? ഗ്രേറ്റർ ആണ്. 5X + 3Y എന്നുള്ളത് 30യേക്കാളും ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു ആണ്. മിനിമം വാല്യൂ ഇവിടെ എത്രയാണ്? 30 ആണ്. 30യേക്കാളും എത്ര വേണമെങ്കിലും കൂടാം. കുറഞ്ഞത് 30 യൂണിറ്റ്സ് അവിടെ കാണുള്ളൂ. 5X + 3Y ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു 30 ആയിരിക്കും ആൻസർ വരുന്നത്. The rules and regulations demand that employer should employ not more than 5 experienced hands to 1 fresh one, and this fact can be expressed as: നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് Y എന്നും ഫ്രഷ് ആയിട്ടുള്ളത് X എന്നും വിളിക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോട്ട് മോർ ദാൻ 5 എക്സ്പീരിയൻസ് ടു 1 ഫ്രഷ് ഹാൻഡ്. അപ്പം എന്താണ്? ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് X എന്നും എക്സ്പീരിയൻസ്ഡ് ഉള്ളത് Y എന്നും വിളിക്കാം. നോട്ട് മോർ ദാൻ 5 എക്സ്പീരിയൻസ്ഡ് 1 എന്നാണ്. അപ്പോൾ എന്ത് വരും? 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു X എന്ന് വരും. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എന്ത് വരും? Y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു X/5 എന്ന് എഴുതാം. ഇത് രണ്ടും നമ്മുടെ ഓപ്ഷനിലില്ലേ? അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എയോ ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്. അപ്പോൾ A or C ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: ദി യൂണിയൻ however forbids him to employ less than 2 experienced person to each fresh person. The situation can be expressed as: എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് നമുക്ക് Y എന്നും വിളിക്കാം, ഫ്രഷ് ആയിട്ടുള്ളത് X എന്നും വിളിക്കാം. 2 experienced person to each fresh one. അപ്പം എന്ത് വരും? 2Y <= X എന്ന് വരും. 2Y <= X എന്ന് വരും. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് Y <= X/2 എന്ന് എഴുതാം. ഓപ്ഷനിൽ ഏതാണുള്ളത്? ഓപ്ഷൻ ബി Y <= X/2 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ഗ്രാഫ് ടു എക്സ്പ്രസ് ദ ഇൻഇക്വാലിറ്റി X + Y <= 9. Y <= 9 എന്ന ഇൻഇക്വാലിറ്റിയുടെ ഗ്രാഫ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. എന്താണ് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ആദ്യം പോയിന്റ് കണ്ടുപിടിക്കണം. പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? Xന് 0 ഇട്ട് കൊടുക്കുമ്പോൾ Y കറസ്പോണ്ടിങ് Y എത്രയായിരിക്കും? 9 ആയിരിക്കും. Yക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ Xന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 ആയിരിക്കും. X ആക്സിസിൽ 9 എന്ന് പറഞ്ഞ പോയിന്റും Y ആക്സിസിൽ 9 എന്ന് പറഞ്ഞ പോയിന്റും ഇത് ജോയിൻ ചെയ്ത് കിട്ടുന്ന 9 ആയിരിക്കും. X + Y <= 9. ഇനി എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഷെയ്ഡിങ് എങ്ങോട്ട് വരും? ലെസ് ദാൻ വരുമ്പോൾ ഷെയ്ഡിങ് എങ്ങോട്ടാണ്? ടുവേർഡ്സ് 0 ആയിരിക്കും. ടുവേർഡ്സ് 0 വരുമ്പോൾ ഇങ്ങോട്ടായിരിക്കും ഷെയ്ഡിങ്, ഇങ്ങോട്ടായിരിക്കും ഷെയ്ഡിങ് വരും.
നമ്മുടെ ഏത് ഗ്രാഫാണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണ് സിമിലർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. The graph to express the inequality 5x plus 3y greater than or equal to 30 is 5x plus 3y greater than or equal to 30 നെ നമുക്ക് 5x plus 3y is equal to 13 എടുക്കാം. അപ്പോൾ എന്താണ്? എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? 3y is equal to 30 എന്ന് വരെ. y is equal to 30 divided by 3 എന്നാകും. അപ്പോൾ എത്രയാണ് 30 divided by 3? 10. വൈയുടെ വാല്യൂ 0 കൊടുക്കുമ്പോഴോ 5x equal to 13 ആവും. അപ്പോൾ x equal to 30 divided by 5 എന്നാവും. അപ്പോൾ എത്രയാണ്? 6 വരും. അപ്പോൾ നമുക്ക് കിട്ടിയ പോയിന്റ് ഏതാണ്? 0, 10 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ y ആക്സിസിൽ 10 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. 60 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ x ആക്സിസിൽ 6 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കാം. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈൻ ഏതാണോ അതാണ്. ഇനി എന്താണ്? ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ ദാൻ വരുമ്പോൾ എന്താണ്? എവേ ഫ്രം 0 ആണ് ഷെയ്ഡിങ്. അപ്പം ഇങ്ങോട്ടായിരിക്കും ഷെയ്ഡിങ് വരുന്നത്. അപ്പോൾ ലാറ്ററലായിട്ട് വരുന്ന ഗ്രാഫ് ഏതാണ്? ഓപ്ഷൻ സിയിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. The graph to express the inequality y less than or is equal to 1/2 x is indicated by y less than or equal to 1/2 x. എങ്ങനെ എഴുതാം? y is equal to x/2 എന്ന് എഴുതാം. x 0 വരുമ്പോൾ y എന്താണ്? 0 ആണ്. y 0 വരുമ്പോൾ എന്താണ്? x എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0, 0 എന്നുള്ള പോയിന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് വേറെ വാല്യൂ ഇട്ട് കൊടുക്കാം. എക്സിന് 6 എന്ന് ഇട്ട് കൊടുത്താൽ y എത്ര വരും? x 6 ആകുമ്പോൾ y എത്ര വരും? 3 ആയിരിക്കും. x 8 ഇട്ട് കൊടുത്താൽ y എത്രയായിരിക്കും? 4 ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഷെയ്ഡഡ് റീജിയൻ എവിടെയാണെന്ന് എങ്ങനെയാണ് നോക്കുന്നത്? ഏതെങ്കിലും ആക്സിസിൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ആക്സിസിലെ പോയിന്റ്, എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് എടുക്കാം. എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് ഏതാണ്? 2, 0 എന്ന് എടുക്കാം. 0 എന്ന് എടുക്കുമ്പോൾ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 x. വൈയുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1/2. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/2 1 എന്ന് വരും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ട്രൂ ആണോ? 0 എന്ന് പറഞ്ഞാൽ 1നേക്കാളും ലെസ് ആണ്. അതുകൊണ്ട് ട്രൂ ആയതുകൊണ്ട് ഷെയ്ഡിങ് എങ്ങോട്ടായിരിക്കും? ടുവാർഡ്സ് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലായിരിക്കും. ഷെയ്ഡഡ് റീജിയൻ നോട്ടായിരിക്കും. ഓപ്ഷൻ ബിയും ഡിയും ആണ് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്. അപ്പം ഗ്രാഫ് ബിയും ഡിയും നോക്കാം. ഇനി ഷെയ്ഡഡ് റീജിയൻ സിമിലർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡിക്കാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ഇൻഇക്വാലിറ്റീസ് ഓപ്ഷനിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ലൈൻസും പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? 5x plus 3y is equal to 30 എന്നും, സെക്കൻഡ് ലൈൻ x plus y is equal to 9 എന്നും, തേർഡ് ലൈൻ y is equal to x/3, ഫോർത്ത് ലൈൻ y is equal to x/2. അപ്പോൾ എങ്ങനെ വരും? തന്നിരിക്കുന്ന ലൈൻ വെച്ച് കമ്പയർ ചെയ്താൽ ഓപ്ഷൻസിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും മാച്ചിങ് അല്ല. മാച്ചിങ് ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ആണ്. അത് നമുക്ക് എയും ഡിയും ഇഗ്നോർ ചെയ്യാം. ഇനി ഓപ്ഷൻ ബിയുടെ ഗ്രാഫ് എങ്ങനെ വരുമെന്ന് നോക്കാം. ഫസ്റ്റ് ലൈൻ എന്താണ്? 5x plus 3y greater than or equal to 30. 5x plus 3y greater than or equal to 30 വരുന്നത് നമുക്ക് എങ്ങനെ വരും? പോയിന്റ്സ് എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്ന് പറയുന്നത് 10 വരും. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 6 വരും. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഇൻഇക്വാലിറ്റി ആണ്. പോയിന്റ്സ് ഏതൊക്കെയാണ്? 10 ഇവിടെ എന്താണ്? 6 ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ ലൈൻ L1 എന്ന് പറയുന്ന ലൈൻ. ഇനി എന്താണ്? x plus y is equal to 9 എന്നുള്ളത്. അപ്പോൾ എന്താണ്? എക്സും വൈയും. എക്സ് 0 കൊടുക്കുമ്പോൾ y എന്ന് പറയുന്നത് 9 ആയിരിക്കും. y 0 കൊടുക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഏതൊക്കെയാണ്? 9 എന്നുള്ള പോയിന്റ് ആയിരിക്കും. Then 5x plus 3y greater than or equal to 30 വരുമ്പോൾ ഷെയ്ഡിങ് എങ്ങോട്ടാണ്? എവേ ഫ്രം 0 ആയിരിക്കും. പ്ലസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. അപ്പോൾ എന്താണ്? ഷെയ്ഡിങ് ടുവാർഡ്സ് 0 ആയിരിക്കും ഷെയ്ഡിങ് വരുന്നത്. y greater than or equal to 1/3x. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? y is equal to x/3 എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? എക്സിന് 0 കൊടുക്കുമ്പോൾ y 0, yക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് 0. ദെൻ എന്താണ്?
എക്സിന് 6 കൊടുക്കുമ്പോൾ വൈ എത്ര വരും? 2 വരും. എന്ന് വെച്ചാൽ എന്താണ്? ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും L3 എന്ന് പറഞ്ഞ ലൈൻ. ഷെയ്ഡിങ് ഇങ്ങോട്ടാണ് വരുന്നത് നോക്കാം. നമുക്ക് എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് കൊടുക്കാം, 6 0 എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x/3 എന്നാണ് നമുക്ക് കൊടുക്കുന്ന പോയിന്റ്. 6 0 എന്നുള്ള പോയിന്റ് കൊടുത്താൽ എന്ത് വരും? y എന്ന് പറയുന്ന 0 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6 / 3 2 എന്ന് വരും. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഫോൾസ് അല്ലേ? 0 എന്ന് പറയുന്നത് 2-നേക്കാളും ലെസ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് എന്താണ്? ഓപ്പോസിറ്റ് ആയിരിക്കും, ടുവേർഡ്സ് y ആക്സിസിൻ്റെ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങോട്ടായിരിക്കും അതിൻ്റെ ഷെയ്ഡിങ് കൊടുക്കുന്നത്. അടുത്ത ലൈൻ ഏതാണ്? y ലെസ് ദാൻ ഓർ ഈക്വൽ ടു x/2 ആണ്. y ലെസ് ദാൻ ഓർ ഈക്വൽ ടു x/2 നമ്മൾ ഓൾറെഡി ചെയ്തു. അത് എന്താണ്? ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ L4 നമ്മൾ ഓൾറെഡി ചെയ്തു. എങ്ങോട്ടായിരിക്കും? എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ഷെയ്ഡിങ് വരുന്നത്. ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതാണ്? L1 എന്ന് പറയുന്നത് ഈക്വൽ ടു ആണ്. അപ്പോൾ എന്താണ്? എവേ ഫ്രം 0 ആണ്. അപ്പോൾ ഇങ്ങോട്ടായിരിക്കും അതിൻ്റെ ഷെയ്ഡിങ് വരുന്നത്. ദെൻ L2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അപ്പം ടുവേർഡ്സ് 0 ആയിരിക്കും ഷെയ്ഡിങ് വരുന്നത്. അപ്പോൾ L2 എന്ന് പറഞ്ഞ ലൈനിൻ്റെ ഷെയ്ഡിങ് ടുവേർഡ്സ് 0 ആയിരിക്കും. ഇനി എന്താണ്? L3 എന്ന് പറയുന്ന ലൈൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3x, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3x. എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ അത് ഫോൾസ് ആയിരുന്നു. ഫോൾസ് ആയതുകൊണ്ട് എക്സിൻ്റെ ഡയറക്ഷനല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ അപ്വേർഡ്സ് ആയിരിക്കും അതിൻ്റെ ഷെയ്ഡിങ് വരുന്നത്. ഇനി എന്താണ്? L4 എന്ന് പറഞ്ഞ ലൈൻ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു x/2. അതെന്താണ്? നമ്മൾ എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തപ്പം അത് ട്രൂ ആയിരുന്നു. ട്രൂ ആയതുകൊണ്ട് ടുവേർഡ്സ് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും അതിൻ്റെ ഷെയ്ഡിങ് വരും. ഇനി 4 ലൈൻ്റെയും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതാണ്? കോമൺ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ സെയിം ഗ്രാഫ് തന്നെയല്ലേ? അതുകൊണ്ട് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എ ഡയറ്റീഷ്യൻ വിഷസ് ടു മിക്സ് ടുഗദർ 2 kinds of food so that the vitamin content of the mixture is at least 9 units of vitamin A, 7 units of vitamin B, 10 units of vitamin C and 12 units of vitamin D. The vitamin content per kg of each food is shown below. Assuming x units of food 1 is to be mixed with y units of food 2, the situation can be expressed as: a dietitian wishes to mix 2 kinds of food 1 and food 2. food 1-നെ x യൂണിറ്റ്സ് എന്നും food 2-നെ y യൂണിറ്റ്സ് എന്നും എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ വിറ്റമിൻസിൻ്റെ വിറ്റമിൻ എ ഫുഡ് 1-ൽ 2ഉം ഫുഡ് 2-ൽ 1ഉം ആണ്. വിറ്റമിൻ ബി ഫുഡ് 1-ൽ 1ഉം ഫുഡ് 2-ൽ 1ഉം. വിറ്റമിൻ സി ഫുഡ് 1-ൽ 1 ഫുഡ് 2-ൽ 2. വിറ്റമിൻ ഡി ഫുഡ് 1-ൽ 2 ഫുഡ് 2-ൽ 3. ഇനി എന്താണ്? ഓരോ വിറ്റമിൻസിൻ്റെയും അറ്റ്ലീസ്റ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്. വിറ്റമിൻ എയുടെ അറ്റ്ലീസ്റ്റ് എമൗണ്ട് 9 എന്നും ബിയുടെ എമൗണ്ട് അറ്റ്ലീസ്റ്റ് 7 യൂണിറ്റ്സ് എന്നും സിയുടെ എമൗണ്ട് അറ്റ്ലീസ്റ്റ് 10 യൂണിറ്റ്സ് എന്നും ഡിയുടെ എമൗണ്ട് അറ്റ്ലീസ്റ്റ് 12 യൂണിറ്റ്സ് എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തൊന്ന് ഇക്വേഷൻ എഴുതാമല്ലോ. എന്താണ്? വിറ്റമിൻ എയുടെ നോക്കിയാൽ എന്ത് വരും? 2 ഫുഡ് 1-ൻ്റെ ആണ്. അപ്പം 2x പ്ലസ് ഫുഡ് 2-ൻ്റെ വരുമ്പോൾ y യൂണിറ്റ്സ്. അപ്പം 1y എന്ന് വരും. നമുക്ക് y എന്ന് എഴുതാം. ഇനി എന്താണ്? അറ്റ്ലീസ്റ്റ് 9 യൂണിറ്റ്സ്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കുറഞ്ഞത് 9 എങ്കിലും. അപ്പം 9-നേക്കാൾ എത്ര വേണമെങ്കിലും കൂടാം. അപ്പോൾ എന്താണ്? 2x പ്ലസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ആയിരിക്കും. ഇനി വിറ്റമിൻ ബിയുടെ നോക്കിയാലോ? 1 ആണ്. അപ്പോൾ എന്താണ്? x പ്ലസ് y എന്ന് വരും. x പ്ലസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇത് അറ്റ്ലീസ്റ്റ് 7 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. വിറ്റമിൻ സിയുടെയോ? ഫുഡ് 1-ൻ്റെ 1 ആണ്, ഫുഡ് 2-ൻ്റെ 2 ആണ്. അപ്പോൾ എന്താണ്? x പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അറ്റ്ലീസ്റ്റ് 10 യൂണിറ്റ്സ് ആണ്. അതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. വിറ്റമിൻ ഡിയുടെയോ? 2x പ്ലസ് 3y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12. അറ്റ്ലീസ്റ്റ് 12 യൂണിറ്റ്സ് ആണ്. അതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12. സെയിം ഇൻഇക്വാലിറ്റീസ് വരുമ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡിയിലാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ഗ്രാഫ് ഓഫ് ഇനിക്വേഷൻ ആർ ഡ്രോൺ ബിലോ. 2x plus y is equal to 9, x plus y is equal to 7, x plus 2y equal to 10, x plus 3y is equal to 12. തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ഇൻഇക്വാലിറ്റി ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ പ്രത്യേകത എന്നാ, അൺബൗണ്ടഡ് ആണ്. കോമൺ റീജിയൻ വന്നിരിക്കുന്ന എന്നാ, എവേ ഫ്രം സീറോ ആണ്. കോമൺ റീജിയൻ എവേ ഫ്രം സീറോ ആണ്, ഷെയ്ഡഡ് അപ്വേർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, എല്ലാ ഇൻഇക്വാലിറ്റിയും ഗ്രേറ്റർ ദാൻ ആയിരിക്കണം വരേണ്ടത്. കാരണം അപ്വേർഡ്സ് ആണ് ഇതിൻ്റെ ഷെയ്ഡഡ് റീജിയൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഇൻഇക്വാലിറ്റി ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ഓപ്ഷൻ എക്കകത്ത് 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ഉണ്ട്. അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ ഇഗ്നോർ ചെയ്യാം. ഓപ്ഷൻ ബിക്കകത്ത് 2x+y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്, കറക്റ്റ് ആണ്. x+y ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു, അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി ഇഗ്നോർ ചെയ്യാം. അടുത്ത ഓപ്ഷൻ സി എന്താണ്, 2x+y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9, x+y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7, x+2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7, x+3y greater than or equal to 12, x greater than or equal to 0, y greater than or equal to 0. x greater than or equal to 0, y greater than or equal to 0 എന്നതുകൊണ്ടാണ് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന് അറിയാം. നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫും ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് ഇൻഇക്വാലിറ്റീസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ദ കോമൺ റീജിയൻ സാറ്റിസ്ഫൈഡ് ബൈ ദി ഇൻഇക്വാലിറ്റീസ് L1 3x+y greater than or equal to 6, L2 x+y greater than or equal to 4, L3 x+3y greater than or equal to 6, and L4 xy less than or equal to 6 is indicated by. നമുക്കതിൻ്റെ ഗ്രാഫ് നോക്കാം. ഫസ്റ്റ് ലൈൻ എന്താണ്, 3x+y greater than or equal to 6. അപ്പോൾ എക്സിന് 0 എടുക്കുമ്പോൾ y എന്ത് വരും, y is equal to 6 എന്ന് വരും. yക്ക് 0 എടുക്കുമ്പോൾ 3x equal to 6 എന്നാണ് വരുന്നത്. അപ്പോൾ എന്ത് വരും, 6 divided by 3 ആയിരിക്കും, എന്താണ് 2 വരും. അപ്പോൾ എന്താണ് പോയിന്റ്, y ആക്സിസിൽ 6 എന്ന് പറഞ്ഞ പോയിന്റ്, x ആക്സിസിൽ 2 എന്ന് പറഞ്ഞ പോയിന്റും ആയിരിക്കും. അപ്പോൾ ലൈൻ എങ്ങനെ വരും, ഇങ്ങനെ ആയിരിക്കും ലൈൻ വരും. ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് എവേ ഫ്രം 0 ആയിരിക്കും ഷെയ്ഡഡ് റീജിയൻ വരുന്നത്. അടുത്ത എന്താണ്, x+y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ്. 0 വരുമ്പോൾ y എന്തായിരിക്കും, 4 ആയിരിക്കും. y 0 വരുമ്പോൾ x 4 ആയിരിക്കും. എന്താണ് 4 എന്ന് പറഞ്ഞ പോയിന്റ് y ആക്സിസിലും 4 എന്ന് പറഞ്ഞ പോയിന്റ് x ആക്സിസിലും മാർക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് L2 എന്ന് പറഞ്ഞ ലൈൻ കിട്ടും. ഇനി അതെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് 2 എവേ ഫ്രം 0 ആയിരിക്കും ഷെയ്ഡഡ് റീജിയൻ വരുന്നത്. അടുത്ത ലൈൻ ഏതാണ്, 3x+3y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. x 0 വരുമ്പോൾ y എന്തായിരിക്കും, 3y equal to 6 എന്ന് വരും. അപ്പം y equal to 6 divided by 3 2 എന്നായിരിക്കും. y 0 വരുമ്പം x equal to 6 എന്നാകും. y 0 x equal to 6. y ആക്സിസിൽ 2 എന്ന് പറഞ്ഞ പോയിന്റും x ആക്സിസിൽ 6 എന്ന് പറഞ്ഞ പോയിന്റും ആയിരിക്കും. ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്. ഇനി ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് എവേ ഫ്രം 0 ആയിരിക്കും. ഇനി എന്താണ്, x+y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. x+y equal to 6 എന്ന് എടുക്കാം. x equal to 0 വരുമ്പോൾ എന്താണ്, y equal to 6 ആകും. y equal to 0 വരുമ്പോൾ x equal to 6 ആകും. അപ്പോൾ 6 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും, ഇങ്ങനെ വരും. ഇത് ലെസ് ദാൻ ആണ്. അപ്പം ഷെയ്ഡഡ് റീജിയൻ എങ്ങോട്ടാണ്, ടുവേർഡ്സ് 0 ആയിരിക്കും. ഇനി L1 L2 L3 L4ൻ്റെ കോമൺ റീജിയൻ എവിടെ വരുന്നത്, L1ൻ്റെ ഷെയ്ഡഡ് റീജിയൻ വരുന്നത് ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് എവേ ഫ്രം 0 ആയിരിക്കും. അപ്പോൾ ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും. L2ൻ്റെ എന്താണ്, ഗ്രേറ്റർ ദാൻ ആണ്. ഇപ്പം എന്താണ്, എവേ ഫ്രം 0 ആണ്. അപ്പം ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും. ഇനി എന്താണ്, L3യുടെ എന്താണ്, ഗ്രേറ്റർ ദാൻ ആയിരിക്കും, ടുവേർഡ്സ് ഡയറക്ഷൻ ആയിരിക്കും L3യുടെ വരുന്നത്. ഇനി എന്താണ്, L4ൻ്റെ ലെസ് ദാൻ ആണ്. അപ്പോൾ എന്താണ്, ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ 4 ലൈൻസിനെ കൂടി കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതാണ്, ഈ റീജിയൻ ആണ്. ഈ റീജിയൻ ആയിരിക്കും 4 ലൈൻസിനും കൂടെ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിന് സിമിലർ ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. Region indicated by the shading in the graph is expressed by inequalities. എന്താണ് തന്നിരിക്കുന്ന ലൈൻസ് ഏതൊക്കെയാണ്, ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ 2 എന്ന് പറഞ്ഞ പോയിന്റും y ആക്സിസിൽ 2 എന്ന് പറഞ്ഞ പോയിന്റും. അപ്പോൾ എന്താണ് 0 0 2 എന്ന് പറഞ്ഞ പോയിന്റും 2 0 എന്ന് പറഞ്ഞ പോയിന്റും ജോയിൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് ലൈൻ L1 എന്ന് പറയുന്നത്. ദെൻ L2 എന്ന് പറയുന്നത് എന്താണ് 0 4ഉം 4 0 ആണ്. y ആക്സിസിൽ 4 എന്ന് പറഞ്ഞ പോയിന്റും x ആക്സിസിൽ 4 എന്ന് പറഞ്ഞ പോയിന്റും ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലേ. തന്നിരിക്കുന്നതിൽ ഏതാണ് ഇതിൻ്റെ ഇൻഇക്വാളിറ്റി വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. L1ൻ്റെ ഷെയ്ഡിങ് എന്ന് പറയുന്നത് ടുവേർഡ്സ് 0 ആയിരിക്കും.
L1ന്റെ ഷെയ്ഡിങ് തന്നിരിക്കുന്നത് ടുവാർഡ്സ് 0 ആണ്. അതുകൊണ്ട് എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും L1ന്റെ ഇൻഇക്വാളിറ്റി വരുന്നത്. ദെൻ L2ന്റെ ഷെയ്ഡിങ് അപ്വേർഡ്സ് ആണ്. അതുകൊണ്ട് എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും അതിൻ്റെ ഇൻഇക്വാളിറ്റി വരുന്നത്. ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരുമ്പോൾ എന്താണ് അതിൻ്റെ പോയിന്റ്സ് വരുന്നത് x1 x2. x1 0 വരുമ്പോൾ y1 x2 എന്തായിരിക്കും 2 ആയിരിക്കും. x2 0 വരുമ്പോൾ x1 എന്തായിരിക്കും 2 ആയിരിക്കും. നമുക്ക് എന്ത് കിട്ടി 0 2 എന്ന് പറഞ്ഞ പോയിന്റും 2 0 എന്ന് പറഞ്ഞ പോയിന്റും കിട്ടി. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ദെൻ അതെന്ന് പറഞ്ഞത് എന്താണ് ലെസ് ദാൻ ആണ്. അതുകൊണ്ട് അത് ട്രൂ ആണ്. ഇനി എന്താണ് 2x1 പ്ലസ് 2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. x1ഉം x2നും വാല്യൂ ഇട്ട് കൊടുക്കാം. x1 0 വരുമ്പോൾ എന്ത് വരും 2x2 ഈക്വൽ ടു 8 എന്ന് വരും. അപ്പോൾ x2 ഈസ് ഈക്വൽ ടു a ഡിവൈഡ് ബൈ 2 4 എന്ന് വരും. ദെൻ x2 0 കൊടുക്കുമ്പോൾ 2x1 ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. x1 ഈസ് ഈക്വൽ ടു a ഡിവൈഡ് ബൈ 2 4 എന്ന് വരും. അപ്പോൾ പോയിന്റ്സ് ഏതൊക്കെയാണ് 0 4 എന്ന് പറഞ്ഞ പോയിന്റും 4 0 എന്ന് പറഞ്ഞ പോയിന്റും അത് സാറ്റിസ്ഫൈ ചെയ്തു. എന്താണ് ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ് നമുക്ക് വേണ്ടതും ഗ്രേറ്റർ ദാൻ. അപ്പോൾ അതും സാറ്റിസ്ഫൈ ചെയ്തു. വന്നിരിക്കുന്ന ഗ്രാഫ് ഫസ്റ്റ് ക്വാഡ്രന്റിലല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോൾ അതും സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് The inequalities x1 greater than or equal to 0, x2 greater than or equal to 0 are represented by one of the graph shown below. എന്താണ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ ഏത് ക്വാഡ്രന്റ് വരും ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും വരുന്നത്. ക്വാഡ്രന്റിൽ ഷെയ്ഡഡ് റീജിയൻ വരുന്ന ഗ്രാഫ് ഏതാണ് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ദ റീജിയൻ എക്സ്പ്രസ്ഡ് ആസ് തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ഇൻഇക്വാളിറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ഷെയ്ഡഡ് റീജിയൻ അപ്വേർഡ് ഡയറക്ഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഇൻഇക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുന്ന ഇൻഇക്വാളിറ്റി ഓപ്ഷൻ എയിലും ഓപ്ഷൻ സിയിലും ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ഇഗ്നോർ ചെയ്യാം. കാരണം എന്താണ് ഓപ്ഷൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ഇഗ്നോർ ചെയ്യാം. ഓപ്ഷൻ എയോ ഓപ്ഷൻ സിയോ ആയിരിക്കും. ഇനി നമ്മുടെ ഗ്രാഫിൽ തന്നിരിക്കുന്ന പോയിന്റ്സ് ഏതാണ് എക്സ് ആക്സിസിൽ 1 എന്ന് പറഞ്ഞ പോയിന്റും x2 എന്ന് പറഞ്ഞ ആക്സിസിൽ 1 എന്ന് പറഞ്ഞ പോയിന്റും അതായത് 0 എന്ന് പറഞ്ഞ പോയിന്റും 0 1 എന്ന് പറഞ്ഞ പോയിന്റും ജോയിൻ ചെയ്ത് ഫോം ചെയ്തിരിക്കുന്ന ലൈനാണ് തന്നിരിക്കുന്നത്. അത് ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ സി ആണോ എന്ന് നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് എന്താണ് x1 മൈനസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. x1ന് 0 എടുക്കുമ്പോൾ എന്ത് വരും x1 മൈനസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1നെ നമുക്ക് x1 മൈനസ് x2 ഈക്വൽ ടു 1 എന്ന് എടുക്കാം. x1ന് 0 എടുക്കുമ്പോൾ 0 മൈനസ് x2 ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ x2 ഈസ് ഈക്വൽ ടു -1 ആയിരിക്കും. ഇനി എന്താണ് x2ന് 0 കൊടുത്താലോ x1 മൈനസ് 0 ഈക്വൽ ടു 1 എന്ന് വരും. x1 ഈസ് ഈക്വൽ ടു 1 എന്നായിരിക്കും. ഇവിടുത്തെ കിട്ടിയ പോയിന്റ്സ് ഏതൊക്കെയാണ് 0 മൈനസ് 1ഉം 1 0യുമാണ്. നമുക്ക് വേണ്ടിയത് ഇതല്ലല്ലോ. അപ്പോൾ ഇതല്ല. ഇനി അടുത്ത ഓപ്ഷൻ എന്താണ് അടുത്ത ഓപ്ഷൻ സി x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1നെ എങ്ങനെ എഴുതാം x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. x1ന് 0 കൊടുത്താൽ x1ന് 0 എടുത്താൽ x2 എന്ന് പറഞ്ഞ 1 ആകും. x2ന് 0 കൊടുത്താൽ x2 എന്ന് പറയുന്നത് x2ന് 0 എടുത്താൽ x1 എന്ന് പറയുന്നത് 1 ആവും. അപ്പോൾ നമ്മുടെ പോയിന്റ് ഏതൊക്കെ ആയിട്ട് 0 1ഉം 1 0യും നമുക്ക് വേണ്ടി പോയിന്റ് ഇതല്ലേ. അതുകൊണ്ട് ആൻസർ ഏതായിരിക്കും ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. സെവൻത് ക്വസ്റ്റ്യൻ എന്താണ് ദ കോമൺ റീജിയൻ ഇൻഡിക്കേറ്റഡ് ഓൺ ദ ഗ്രാഫ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദ സെറ്റ് ഓഫ് 5 ഇൻഇക്വാലിറ്റീസ്. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻഇക്വാലിറ്റീസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ 5 ലൈൻസ് ഉള്ള ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. 5 ലൈൻസിൻ്റെ ഗ്രാഫ് വരുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. L1 എന്ന് പറയുന്നത് ടുവാർഡ്സ് റൈറ്റും L2 എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലുമാണ്. എന്ന് വെച്ചാൽ എന്താണ് x1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും x2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും അണ്ടർസ്റ്റുഡ് ആണ്. L1 L2. അപ്പോൾ അത് വരുന്നത് ഓപ്ഷൻ എയിലും ഓപ്ഷൻ ബിയിലുമാണ്. ഓപ്ഷൻ സി അതുകൊണ്ട് നമുക്ക് ഇഗ്നോർ ചെയ്യാം. കാരണം എന്താണ് ഓപ്ഷൻ സിയിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് തന്നിരിക്കുന്നത്. ഇനി അപ്പോൾ ഓപ്ഷൻ എയിലും ഓപ്ഷൻ ബിയും കമ്പയർ ചെയ്താൽ L3 എന്ന് പറഞ്ഞ ലൈനിന് മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന ഓപ്ഷൻ എയിലും x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന ഓപ്ഷൻ ബിയിലുമാണ് തന്നിരിക്കുന്നത്. 3യുടെ ഗ്രാഫ് വന്നിരിക്കുന്നത് അപ്വേർഡ്സ് ആണ്. അതായത് എവേ ഫ്രം 0 ആണ്
ഷെയ്ഡഡ് റീജിയൻ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും L3യുടെ ഇൻഇക്വാലിറ്റി വരുന്നത്. അത് നമ്മുടെ ഓപ്ഷനിൽ ഏതാണ്? ഓപ്ഷൻ ബിയിലാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ ഫേം മേക്സ് 2 types of products, type A and type B. The profit on product A is ₹20 each and that on product B is ₹30 each. Both types are processed on 3 machines, M1, M2 and M3. The time required in hours by each product and total time available in hours per week on each machine are as follows. The constraints can be formulated by taking x1 is equal to number of units A and x2 is equal to number of units of B as. തന്നിരിക്കുന്നതിൻ്റെ ഇൻഇക്വാലിറ്റി ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? മെഷീൻ 1 ടൈപ്പ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 3 യൂണിറ്റ്സും ടൈപ്പ് ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 3 യൂണിറ്റ്സുമാണ്. അവൈലബിൾ മെഷീൻ 1ൻ്റെ അവൈലബിൾ ടൈം എത്രയാണ്? 36 ആണ്. മെഷീൻ 2ൻ്റെ അവൈലബിൾ ടൈം എത്രയാണ്? 50 ആണ്. മെഷീൻ 3യുടെ അവൈലബിൾ ടൈം 60 ആണ്. അവൈലബിൾ ടൈം എന്ന് വെച്ചാൽ എന്താണ്? മാക്സിമം ടൈം അലൗഡ് ചെയ്തിരിക്കുന്നത് ആണ് തന്നിരിക്കുന്നത്, മാക്സിമം ടൈം. മെഷീൻ 1ൻ്റെ ടൈം എന്ന് പറയുന്നത് 36-നേക്കാളും കൂടാൻ പാടില്ല. മെഷീൻ 2ൻ്റെ ടൈം 50-യേക്കാളും കൂടാൻ പാടില്ല. മെഷീൻ 3യുടെ ടൈം 60-യേക്കാളും കൂടാൻ പാടില്ല. എന്താണ്? മെഷീൻ 1 ടൈപ്പ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര യൂണിറ്റ്സ് ആണ്? 3 യൂണിറ്റ്സ്. 3x1 പ്ലസ് മെഷീൻ 1 ബി ടൈപ്പ് ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? 3x2 ആയിരിക്കും. അതിൻ്റെ അവൈലബിൾ ടൈം എത്രയാണ്? 36 ആണ്. അപ്പം എന്താണ്? 36-നേക്കാളും കൂടാൻ പാടില്ല. അപ്പോൾ 36 ആണല്ലോ വലിയ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും വരുന്നത്. 36 ആണല്ലോ മാക്സിമം വാല്യൂ. അപ്പോൾ 36-നേക്കാളും കൂടാൻ പാടില്ല. അപ്പോൾ 36 ആയിരിക്കും ഗ്രേറ്റർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 3x + 1 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 36 ആയിരിക്കും. അപ്പോൾ മെഷീൻ 2ൻ്റെ ആണെങ്കിലോ 5x1 + 2x2 അവൈലബിൾ ടൈം 50 ആണ്. അപ്പം 50 ആണ് മാക്സിമം ടൈം. അപ്പം എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 വരും. മെഷീൻ 3യുടെ ആണെങ്കിലോ 2x1 + 6x2 അവൈലബിൾ ടൈം 60 ആണ്. അപ്പം എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് വരും. ഈ ഇൻഇക്വാലിറ്റീസ് തന്നിരിക്കുന്നത് ഏത് ഓപ്ഷനിലാണ്? ഓപ്ഷൻ സിയിലാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ദ സെറ്റ് ഓഫ് ഇൻഇക്വാലിറ്റീസ് L1 x1 + x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12, L2 5x1 + 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50, L3 x1 + 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30, x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈസ് റെപ്രസെൻറ്റഡ് ബൈ. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? എല്ലാ ലൈൻസിൻ്റെയും ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ആണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ലൈൻസിൻ്റെയും ഷെയ്ഡ് റീജിയൻ 0 ആയിരിക്കും. പിന്നെ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 തന്നിട്ടുള്ളത് കൊണ്ട് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻ്റായിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എല്ലാത്തിൻ്റെയും ഷെയ്ഡഡ് റീജിയൻ ഫസ്റ്റ് ക്വാഡ്രൻ്റിലാണ് വരുന്നത്. എല്ലാത്തിൻ്റെയും ഇൻഇക്വാലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി ഇഗ്നോർ ചെയ്യാമല്ലോ. ഓപ്ഷൻ സിയിൽ അപ്വേർഡ്സ് ആണ് ഷെയ്ഡഡ് റീജിയൻ എല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ്റെ ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുൻ്റെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി ഇഗ്നോർ ചെയ്യാം. ഇനി നമുക്ക് ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ എന്ന് നോക്കാം. ഇനി നമുക്ക് ഓരോ ലൈൻസിൻ്റെയും പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. L1 എന്താണ്? x1 + x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. നമുക്ക് അതിൻ്റെ പോയിന്റ്സ് നോക്കാം. x1 0 വരുമ്പോൾ എന്താണ്? x2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 12 ആയിരിക്കും. x2 0 വരുമ്പോൾ x1 എന്ന് പറയുന്നത് 5x1 + 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ആണെങ്കിൽ അതിൻ്റെ പോയിന്റ്സ് എങ്ങനെ വരും? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5x1 + 2x2 ഈസ് ഈക്വൽ ടു 15 എഴുതാം. x1 0 വരുമ്പോൾ 2x2 ഈക്വൽ ടു 15 ആവും. അപ്പം x2 ഈസ് ഈക്വൽ ടു എന്താണ്? 50 ഡിവൈഡഡ് ബൈ 2 25 എന്താണ്? x2 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആവും. അപ്പോൾ 5x1 ഈസ് ഈക്വൽ ടു 15 എന്ന് വരും. x1 ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 5 വരും. ഇത് എത്രയാണ്? 10 വരും. ഇവിടെ കിട്ടിയ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0 12ഉം 12 0യും. ഇവിടെ കിട്ടിയ പോയിന്റ്സ് 0 25ഉം 10 0യാണ്. ഇവിടെയോ 2x1 + 6x2
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 നമുക്ക് ഈസ് ഈക്വൽ ടു 60 എന്ന് എഴുതാം. x1 0 കൊടുത്താൽ എന്ത് വരും? x1 0 കൊടുക്കുമ്പോൾ 6x2 ഈക്വൽ ടു 60 എന്ന് വരും. x2 ഈക്വൽ ടു 60 ഡിവൈഡ് ബൈ 6 10 വരും. 0 കൊടുക്കുമ്പോഴോ 2x1 ഈക്വൽ ടു 60 എന്ന് വരും. x1 ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 2 30 എന്ന് വരും. കിട്ടിയ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0 10 30 0 എന്നുമാണ്. അപ്പം നമ്മുടെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും. L1 എന്ന് പറഞ്ഞ ഗ്രാഫ് 0 12 എന്ന് പറഞ്ഞ പോയിന്റും 12 0 എന്ന് പറഞ്ഞ പോയിന്റും ജോയിൻ ചെയ്യും. L2 എന്ന് പറഞ്ഞ പോയിന്റ് 0 25 ആൻഡ് 10 0 എന്ന് പറഞ്ഞ പോയിന്റ്സ് ജോയിൻ ചെയ്തതാണ്. L3 എന്ന് പറഞ്ഞ പോയിന്റ് 0 10 എന്ന് പറഞ്ഞ പോയിന്റും 30 0 എന്ന് പറഞ്ഞ പോയിന്റും ജോയിൻ ചെയ്തതാണ്. ഇതെല്ലാം എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ഇൻഇക്വാലിറ്റി വരുന്നത്. അപ്പോൾ എന്താണ്? ടുവേർഡ്സ് 0 ആയിരിക്കും എല്ലാത്തിൻ്റെയും ഷെയ്ഡിങ് വരുന്നത്. അപ്പോൾ കോമൺ റീജിയൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതായിരിക്കും ഇതിൻ്റെ കോമൺ റീജിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ചെയ്ത് ഓപ്ഷൻ ബിയിലാണ് സിമിലർ ഗ്രാഫ് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ കോമൺ റീജിയൻ സാറ്റിസ്ഫൈങ് ദ സെറ്റ് ഓഫ് ഇൻഇക്വാലിറ്റീസ് x greater than or equal to 0, y greater than or equal to 0, L1 x plus y less than or equal to 5, L2 x plus 2y less than or equal to 8, and L3 4x plus 3y greater than or equal to 12 is indicated by x greater than or equal to 0, y greater than or equal to 0 ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ വരുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിലെല്ലാം ഫസ്റ്റ് ക്വാഡ്രന്റാണ്. അപ്പം നമുക്കിനി ഓരോ ലൈൻസ് നോക്കാം. തന്നിരിക്കുന്ന ഇൻഇക്വാലിറ്റീസ് ഏതാണ്? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. അപ്പോൾ ഇതിൻ്റെ പോയിന്റ്സ് നോക്കാം. എക്സ് വൈ, അപ്പോൾ എക്സ് 0 വരുമ്പോൾ വൈ എത്രയായിരിക്കും? 5 വരും. വൈ 0 വരുമ്പോൾ എക്സ് 5 വരും. ഇവിടെയോ എക്സ് 0 വരുമ്പോൾ വൈ എത്രയാണ്? 2y is equal to 8 എന്ന് വരും. അപ്പോൾ y is equal to 8 divided by 2 4 എന്ന് വരും. Then y 0 വരുമ്പോൾ x is equal to 8 എന്ന് വരും. ഇനി ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞ പോയിന്റ് 0 5 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? വൈ ആക്സിസിൽ 5 എന്ന് പറഞ്ഞ പോയിന്റും എക്സ് ആക്സിസിൽ 5 എന്ന് പറഞ്ഞ പോയിന്റ് ഇതായിരിക്കും L1. L2 എന്താണ്? എക്സ് ആക്സിസിൽ 8 എന്ന് പറഞ്ഞ പോയിന്റും വൈ ആക്സിസിൽ 4 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് L2 കിട്ടും. അപ്പോൾ L1 L2 വരച്ചു. ഇനി എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഷെയ്ഡഡ് റീജിയൻ എങ്ങനെയാണ്? ടുവേർഡ്സ് 0 ആയിരിക്കും ഷെയ്ഡഡ് റീജിയൻ വരുന്നത്. L3 എന്ന് പറഞ്ഞ ലൈൻ എന്താണ് തന്നിരിക്കുന്നത്? 4x plus 3y greater than or equal to 12 എന്നാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? എക്സ് വൈ, എക്സ് 0 എടുക്കുമ്പോൾ y എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3y is equal to 12 എന്ന് വരും. അപ്പോൾ y is equal to 12 divided by 3 4 എന്ന് വരും. y 0 എടുക്കുമ്പോൾ എന്താണ്? 4x equal to 12 എന്ന് വരും. അപ്പോൾ x equal to 12 divided by 4 3 എന്ന് വരും. ഏതാണ്? y ആക്സിസിൽ 4 എന്ന് പറഞ്ഞ പോയിന്റും x ആക്സിസിൽ 3 എന്ന് പറഞ്ഞ പോയിന്റ്. ഇതെന്താണ്? L3 എന്ന് പറഞ്ഞ ലൈനാണ്. ഇത് ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ഷെയ്ഡഡ് റീജിയൻ എങ്ങോട്ടാണ്? എവേ ഫ്രം 0 ആണ്. കോമൺ ആയിട്ട് വരുന്ന ഷെയ്ഡഡ് റീജിയൻ എവിടെയാണ്? ഇവിടെയാണ്. ഇത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ആണ് സിമിലർ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. ഇന്ന് നമ്മൾ പഠിച്ചത് CA ഫൗണ്ടേഷൻ ബിസിനസ് മാത്സിലെ 3rd ചാപ്റ്ററായ ലീനിയർ ഇൻഇക്വാലിറ്റീസിലെ എക്സസൈസ് ആയ 3A പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസുമാണ് നമ്മൾ പഠിച്ചത്. താങ്ക് യു ഓൾ.